ഇന്ന് ശ്രീശാന്തിന്റെ കല്യാണം. അടുത്ത കാലത്ത് ഇത്രമാത്രം വിമർശനങ്ങളും വിവാദങ്ങളും ഏറ്റുവാങ്ങിയ ഒരു മലയാളി വേറെ കാണില്ല. ആരൊക്കെയോ ഒരുക്കിയ ഗണിയിൽപ്പെട്ട് ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായെങ്കിലും ശ്രീശാന്തും അദ്ദേഹത്തിന്റെ ആരാധകരും പറയുന്നത് നിരപരാധിയാണ് ശ്രീ എന്നാണ്. ഒരു കാലത്ത് മലയാളത്തിന്റെ ശ്രീയായാണ് മാധ്യമങ്ങൾ ശ്രീശാന്തിനെ വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അതേ മാധ്യമങ്ങൾ തന്നെ ശ്രീയെ കുറ്റപ്പെടുത്തുന്നതാണ് നാം കണ്ടത്. ഒത്തുകളി വിവാദം പുറത്തറിഞ്ഞതോടെ സത്യാവസ്ഥ എന്താണെന്ന് നിരക്കാതെ പലരും ശ്രീക്കെതിരെ തിരിഞ്ഞു. രാജസ്ഥാനിലെ പ്രശസ്തമായ ഒരു രാജകുടുംബത്തിലെ ഭുവനേശ്വരി കുമാരിയായിരുന്നു ശ്രീയുടെ യഥാർത്ഥ കാമുകി. ഏറെക്കാലമായി ഇരുവരും പ്രണയത്തിലുമായിരുന്നു. എന്നാൽ അടുത്ത സുഹൃത്തുക്കളെ പോലും അറിയിക്കാതെ രഹസ്യമാക്കി വെക്കുകയായിരുന്നു ശ്രീ ചെയ്തത്. എന്നാൽ വീട്ടുകാർക്ക് ഈ ബന്ധം അറിയാമായിരുന്നു. ശ്രീ ജയിൽ മോചിതനായ ഉടനെ ഭുവനേശ്വരിയുമായുള്ള ശ്രീയുടെ വിവാഹം ഉറപ്പിക്കുകയായിരുന്നു. അങ്ങനെ വർഷങ്ങളായുള്ള പ്രണയത്തിന് ഇന്ന് വിവാഹത്തിലൂടെ സാക്ഷാത്കാരം ലഭിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം. വളരെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുക്കുക. കൂടാതെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കായി വരുന്ന 14-ന് എറണാകുളത്തെ കലാ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹ സൽക്കാരവും നടക്കും. ഓരോ പ്രധാന വാർത്തയും ഇന്ന് തന്നെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.